ഇതാ ഇപ്പോൾ ഞങ്ങൾ സമയം 3:35 ശൃംഗേരി കാട്ടിലൂടെയുള്ള യാത്രയിലാണ് ഞങ്ങൾ. തമ്പാനാട്ടിൻ്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ഞങ്ങൾ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ശൃംഗേരി കാട്ടിലൂടെയുള്ള യാത്ര ഇതാ ഇപ്പോൾ മിസ്റ്റർ ഷുബു ഡ്രൈവർ അതിൻ്റെ പാസ് എടുത്ത് തിരിച്ചു വന്നിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. യാത്രയിലുടനീളം ഘോരമായിട്ടുള്ള ബസ്സുകളും കാര്യങ്ങളും ലോറികളും ഒക്കെ ചീറിപ്പാഞ്ഞെതിരെ വരുന്നുണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ പുല്ലുകളിൽ നിന്ന് അവഗണിച്ചുകൊണ്ട് ഷുബു ഡ്രൈവർ അഞ്ഞു പോവുകയാണ്. കമാൻഡറിയാണ് മീൻ. കമാൻഡറി ഇല്ലെങ്കിൽ മറ്റേ ഇതില്ലേ, മറ്റേ സന്തോഷ്, മറ്റേ ചങ്ങയിലെ ജോർജ് കുളങ്ങരങ്ങാണ്. അതുപോലെ അല്ലെങ്കിലും ചെറുതായിട്ടെങ്കിലും സന്തോഷ് ജോർജ് കുളങ്ങര ആവുക എന്ന ലക്ഷ്യത്തോടുള്ള യാത്രയാണിത്. ഇത് ഞങ്ങൾ ശൃംഗേരിക്കാടിൻ്റെ മധ്യഭാഗത്തെത്തിയിരിക്കുകയാണ് എന്നൊക്കെ പറയാം. ശൃംഗേരിക്കാടിൻ്റെ മധ്യഭാഗത്ത് കുരങ്ങുകളെയും വന്യമൃഗങ്ങളെയും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര തുടരുന്നു. ഇന്നു മുതൽ നാളെ മുതൽ എതിരെ വാസവേട്ടൻ്റെ കാറ് വരുന്നുണ്ട്. ടൊയോട്ട എറ്റിയോസ് ലിവ. വാസവേട്ടൻ്റെ കാർ നമ്മളെ കടന്നു പോയിരിക്കുകയാണ്. തമ്പാനേട്ടൻ. വഴിയിലെങ്ങും ഒരു വീടുകൾ പോലും ഇല്ല കാണാനായിട്ട്. എല്ലാം റോഡുകൾ മാത്രം, വീടുകളില്ല. ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ താമസിക്കാൻ ആളുമില്ല. ഫോറസ്റ്റ് ഏരിയയിൽ എവിടെയും നിർത്തരുത്, പ്ലാസ്റ്റിക് വലിച്ചെറിയരുത് എന്നുള്ള കർശന നിർദ്ദേശത്തിൻ്റെ തുടർന്നാണ് അതാണ് A-സ്റ്റാർ വണ്ടി പോകുന്നത്. അതുകൊണ്ട് അത് നമുക്ക് വേണമെന്നില്ല. ഇതാ ഞങ്ങൾ വീണ്ടും കടന്നു പോകുന്നു. ഒരു ബൗ മതിലിന്മേ കയറി നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി ഹെയർപിൻ വളവുകൾ തുടങ്ങുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ. ഹെയർപിൻ വളവുകൾ തുടങ്ങിയാണ്. ഓരോന്നോരോന്നായി തുടങ്ങാൻ പോവുകയാണ് ഹെയർപിൻ വളവുകൾ. ശൃംഗേരി കാടുകളിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര അനുസ്യൂതം തുടരുന്ന ഈ ഘട്ടത്തിൽ, ഈ സന്ദർഭത്തിൽ ദേവകിയെ പ്രചരിക്കുന്നുണ്ട്. വാരണാസി വിജയൻ ഓർ ഉറങ്ങിയിരിക്കുകയാണ്. രാജി ഓർ ഉറങ്ങിയിരിക്കുകയാണ്. വിഷ്ണു അങ്ങൊന്ന് ഉറങ്ങിയിരിക്കുകയാണ്. വിഷ്ണു അടിക ഉറങ്ങിയിരിക്കുകയാണ്. ശൃംഗേരിക്കാട്. ശൃംഗേരിക്കാടുകളിലൂടെ കുരങ്ങിനെ കാണും എന്നുള്ള പ്രതീക്ഷ, ആനയെ കാണും എന്നുള്ള പ്രതീക്ഷ, മാനിനെ കാണും എന്നുള്ള പ്രതീക്ഷ, ഒട്ടകത്തിനെ കാണും എന്നുള്ള പ്രതീക്ഷ. ഒട്ടകം അല്ല, ഒട്ടകം അല്ല, അത് കർണാടകത്തിലെ ഒട്ടകെ എന്നാണ്. മറ്റേ കരടി ആനെ. കാപ്പിത്തോട്ടങ്ങളുടെ നടുവിലുള്ള കാപ്പിത്തോട്ടങ്ങൾ കാണുന്നുണ്ട്. എന്നാലും ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. കുട്ടണ്ണൻ ഉറങ്ങിയിരിക്കുകയാണ്. കുട്ടണ്ണൻ വണ്ടി കയറിപാട് ഉറങ്ങിയിരിക്കുകയാണ്. നോക്കി അടിച്ച് തരിപ്പണമായിരിക്കുകയാണ്. ഒരു ബൈക്ക് ആക്സിഡന്റ് നടന്ന എല്ലാ ലക്ഷണങ്ങളും കാണാം. അവിടെ ഒരു ബൈക്ക് മറിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. പശുമ്പ വരുന്നുണ്ട്. 2 മിനിറ്റ്. ഇനി അടുത്ത വലിയ കൊടുങ്കാട് വരുമ്പോൾ റെക്കോർഡ്